തങ്കളാച്ചൊൽ പാടി പാർപ്പിത്തേറൂമിന്ന് സന്താപത്താലെ ഇവർ ഹറജായി. അപ്പോൾ രാജരെ തമ്പി വിരുത്തി മുഷിത്ത് ആശയനക്കതിലുണ്ട് പെരുത്ത് കോശമുറിക്കകം എന്നെ ഇരുത്ത് സന്തോഷിത്ത് അണ്ണനെ കണ്ടിടട്ടെ. അങ്ങനെ അവർക്ക് ഭക്ഷണം കഴിക്കാനും കഴിയാതെ അവരെല്ലാവരും റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. പക്ഷേ ഒരാൾ മാത്രം പറയുന്നു, എന്നെ ആ റൂമിലേക്ക് തന്നെ ഒന്ന് കയറ്റൂ. ആരാണത്? അത് ബുന്യാമീനായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജ്യേഷ്ഠനായ അനിയനായി ബുന്യാമീനായിരുന്നു. ബുന്യാമീൻ പറയുകയാണ്, ആ റൂമിൽ തന്നെ ഞാൻ കുറച്ചു നേരം കഴിയട്ടെ. കാരണം എൻ്റെ സഹോദരൻ യൂസുഫിൻ്റെ എല്ലാ കാഴ്ചകളും, യൂസുഫിൻ്റെ പൂമുഖം കാണാൻ, ഫോട്ടോകൾ കാണാൻ ആ റൂമിൽ ഞാൻ കുറച്ചുകൂടി കഴിച്ചുകൂടട്ടെ എന്ന് പറഞ്ഞ് ബുന്യാമീൻ മാത്രം ആ റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ബിങ്കിയെ പോതുടൻ ആടറുകോടു തന്ന് ബീരിതാ ബുന്യാമീൻ തന്നെ കൊണ്ട് ഫോട്ടോ റൂമിൽ ഇരുത്തിയിടാൻ വിളിത്തൂരയിത്തേ. അപ്പോൾ ബുന്യാമിൻ്റെ ആവശ്യപ്രകാരം ബുന്യാമിനെ ആ റൂമിൽ തന്നെ ഇരുത്താൻ രാജാവ് ഉത്തരവിടുകയാണ്. അങ്ങനെ ആ മുറിയിൽ തനിയായിരിക്കാം വീരഞ്ഞനെ ദേശത്തേക്ക് തന്നെ അങ്കിളെ ഉപ്പാൻ്റിടം ചെണ്ട് ആനന്ദത്തോടെ മോനേണ്ടും ചോട്ടുകിൽ സത്യം കൂറണമെന്ന് പാടിക്കരഞ്ഞ് മുഷിത്തിടം തന്നെ കൂടെ പണിക്കടിമാനെയും ഒന്ന് അരശറായത്ത് മേളാങ്കത്തോടെ. അങ്ങനെ യൂസുഫിനെ കാണാനുള്ള തൻ്റെ കാണാതായ ആ ജ്യേഷ്ഠൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടെ ബുന്യാമിൻ റൂമിൽ കഴിഞ്ഞുകൂടുകയാണ്. ആ സമയത്താണ് രാജാവായ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടുന്ന് തൻ്റെ മകനെ വിളിച്ചുകൊണ്ട്, മൈസ്ര അഫ്രയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ ആരെങ്കിലും ബുന്യാമീൻ്റെ അടുക്കൽ ചെന്നിരിക്കണം. അവനിക്ക് കൂട്ടുകാരനായിക്കോട്ടെ, അവനിക്ക് തുണയായിക്കോട്ടെ. വേഗം ആ മുറിയിൽ കയറി കാര്യങ്ങൾ അന്വേഷിച്ച് സമാധാനിപ്പിച്ച് ബുന്യാമീൻ്റെ കൂടെ ഇരിക്കാൻ അവിടുന്ന് പറയണം. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് സത്യസന്ധമായ മറുപടി പറയണമെന്നും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ മക്കളെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, തങ്കക്കനിമകൻ കേറി മുറിക്കകം സന്തോഷപ്പൊന്മുഖം കണ്ടുടനെ സൂക്ഷിച്ചെന്ന് ശ്രദ്ധയിൽ കുട്ടിയെ നോക്കും. പിന്നെ തിരിച്ചുട ഫോട്ടോമിൽ പാർക്കും. തന്നെ ഇരുന്നവർ പിന്നെയും ഓർക്കും. സംഗതിയൊന്നും അറിയാതെന്നേ. അങ്ങനെ ബുന്യാമിൻ ഈ ഫോട്ടോ പതിച്ച റൂമിലിരുന്നു കൊണ്ട് അടുത്ത് വന്നിരുന്ന കുട്ടിയെ ഇങ്ങനെ നോക്കുകയാണ് ബുന്യാമീൻ. മാത്രമല്ല വീണ്ടും ഫോട്ടോത്തിലും നോക്കും, വീണ്ടും ഈ കുട്ടിയെ നോക്കും. എന്ത്, യൂസുഫിൻ്റെ അതേ മുഖമുള്ള കുട്ടിയാണല്ലോ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അന്ന് സുകുമാരൻ എന്താണുമേ എന്നെ വല്ലാതെ സൂക്ഷിച്ച് നോക്കിയിടുന്ന്. അപ്പോതിൽ ബുന്യാമിൻ ചൊല്ല്, മണി മോനെ, ആരാണ് ഉനക്കുള്ള ഭാവയെന്ന്. അപ്പോൾ ബുന്യാമിനി കുട്ടിയെ എങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്, രാജാവിൻ്റെ കുട്ടിനെ ഓട്ടത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ബുന്യാമിൻ ചോദിച്ചു, അല്ല കുട്ടിയെ, ആരാണ് നിൻ്റെ പിതാവ്, ആരാണ് നിൻ്റെ വാപ്പ? ആ സമയത്ത് ഉന്നൊന്ന് കുട്ടി നാട് ഭരിക്കുന്ന രാജൻ അസീസൻ്റെ ഭാവയാണ്. ഓമന കുഞ്ഞെ പിന്നെന്താണ് കണ്ടപ്പോൾ ചോരാതിളച്ച് മറിഞ്ഞ് പോണ്. ഈ നാട് ഭരിക്കുന്ന അസീസ് രാജാവാണ് എൻ്റെ പിതാവ്. ആ സമയത്ത് ബുന്യാമിൻ പറയുകയാണ്, മോനെ, പിന്നെ എന്താണ്? എൻ്റെ ചോര തിളക്കുകയാണല്ലോ. നിന്നെ കാണുമ്പോൾ എൻ്റെ ചോര തിളക്കുന്നത് എന്തുകൊണ്ടാണ്?
എന്നേ മൊളിക്കന്ന് കുട്ടി അവിടന്നും ഓടി പിതാവിൻ്റെ അടുത്ത് വന്നേ ഇന്ത വിവരങ്ങൾ പിണ്ടുടൻ പാറൻ്റെ മുത്ത് മകനെ എന്നൊത്ത് പിന്നെ. അങ്ങനെ ഈ സംഭവം ബുന്യാമിൻ പറഞ്ഞപ്പോൾ എൻ്റെ ചോര തിളക്കാൻ കാരണം എന്താണ് നിന്നെ കാണുമ്പോൾ എന്ന് ആ സംഭവം ഓടി വന്നുകൊണ്ട് പിതാവായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പിതാവിനോട് കുട്ടി പറഞ്ഞപ്പോൾ മന്നൻ്റൂളാലന്ന് ഊണുകൾ കൊണ്ടന്ന് ഇരുവർക്കായിട്ടൊരു മായിദത്ത് വന്നിരിപ്പേരായി രുന്നവർ തിന്നന്തു ഡെങ്ങി ആദിൽ ബുന്യ മീൻ തനീത്ത്. ഏതായാലും യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്ർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പിറ്റേ ദിവസം അതാ മേശപ്പുറത്ത് ഈ രണ്ടാളുകളായി ഇരുന്നു എന്ന് മാത്രമല്ല, അപ്പോൾ ബുന്യാമിൻ തനിക്കുകയും, കാരണം 11 ആളുകളാണല്ലോ, ബുന്യാമിൻ തനിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ ബുന്യാമിൻ്റെ അടുക്കൽ എന്ത് സംഭവിക്കും, ബുന്യാമിൻ്റെ അടുക്കൽ ആരാണ് തുണക്കായി എത്തുക എന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.